വിശ്വം, ഞാനൊരു കാര്യം പറഞ്ഞാ നീ തെറ്റിദ്ധരിക്കരുത്. അല്ല, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. എങ്കിലും നിനക്ക് എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നിന്റെ മോനെ പോലീസ് പിടിപ്പിച്ചതിന്റെ പേരിൽ വേണമെങ്കിൽ രണ്ട് പൊട്ടിക്കുകയും ചെയ്യാം. ഞാൻ ആലോചിക്കായിരുന്നേ, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ മക്കളിലൂടെ അങ്ങ് കണ്ടിന്യൂ ചെയ്താലോ ഒന്ന്. പരസ്പരം ഇഷ്ടപ്പെട്ട് രജിസ്റ്റർ മാരേജും കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ തമ്മിലൊരു അടുപ്പമില്ലെന്ന് പറയുന്നവരാ ഇന്നത്തെ ജനറേഷൻ. അത് ഒഴിവാക്കാൻ നമുക്ക് ഇവരെ തമ്മിലങ്ങ് കൂട്ടി കെട്ടിയാലോ? ഞാനും അതേപ്പറ്റി ആലോചിക്കായിരുന്നില്ല. നിന്റെ മോനെ എനിക്ക് അത്രക്ക് ഇഷ്ടമായിടാ. ഇനി നമ്മൾ ഫ്രണ്ട്സ് രണ്ടുപേരും ചേർന്നൊരു തീരുമാനമെടുത്തു. അമ്മമാര് കുറ്റം പറയണ്ട, അവരുടെ അഭിപ്രായം കൂടെ അറിഞ്ഞേക്കാം. എന്താ സുഭദ്രേ? വിശ്വേട്ടൻ പറയുന്നതിനപ്പുറം ഒരഭിപ്രായവും എനിക്കില്ല. കേട്ടോടാ നിനക്കോടി സുഭദ്രേ? നിങ്ങൾ ശർക്കരയും പീരയും പോലെ കഴിഞ്ഞവർ ഒരു തീരുമാനമെടുത്താൽ ആരെടുത്തിട്ടും കാര്യമില്ലല്ലോ. എനിക്ക് സമ്മതം. എന്നാ പിന്നെ ഇനി ഒന്നും ആലോചിക്കാനില്ല. വിളിക്കവരെ, അവർക്ക് സമ്മതമാണെന്ന് നേരിട്ട് പറയട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ ഈ ഓട്ടവും ചാട്ടവും ഒക്കെ ഉടൻ നിർത്തിക്കോണം. ഞങ്ങൾ എല്ലാ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണം എന്നാ ഡേറ്റ്? അവന്റെ ധൃതി കൊണ്ടല്ലേ ഞങ്ങള് പച്ചക്കൊടി കാണിച്ചെന്ന് കരുതി എല്ലായിടത്തും ചുറ്റിക്കറങ്ങാവുന്നൊന്നും കരുതണ്ട. പരീക്ഷ കഴിയുന്നിടം വരെ രണ്ടുപേരും അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. രണ്ടുപേരുടെ പഠിത്തവും കഴിഞ്ഞ് വിനോദിനൊരു ജോലിയും കിട്ടിയാൽ നല്ലൊരു മുഹൂർത്തം നോക്കി നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരും. നാളെ നിർത്താം.